നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉഹദ് യുദ്ധത്തിൽ പരിക്ക് പറ്റിയതിനു ശേഷം തങ്ങൾ വിശ്രമിച്ച ഗുഹയാണ് നാം കാണുന്നത്. ഇവിടെ മുമ്പൊക്കെ കയറാൻ സാധിച്ചിരുന്നു അങ്ങോട്ട്, പക്ഷെ ഇപ്പോൾ അവിടെ സിമന്റിട്ട് അടക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വളരെ പ്ലാനിങ്ങോടുകൂടെ തന്നെ ജബലുർ റുമാത്തിന്റെ മുകളിൽ നിർത്തിയിട്ടാണ് യുദ്ധത്തിലേക്ക് ആരംഭിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റുമുട്ടി ശത്രുക്കൾ പിന്തിരിഞ്ഞോടിയപ്പോൾ ജബലുർ റുമാത്തിന്റെ മുകളിലുള്ള ആളുകൾ കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചിട്ടുണ്ട് എന്ന്. ഇത് കരുതിക്കൊണ്ട് ഇവർ താഴോട്ട് ഇറങ്ങിയ സമയത്ത് പിന്നിലൂടെ വന്ന് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ആക്രമിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്നുള്ള പ്രതീക്ഷിക്കാതെയുള്ള ശത്രുക്കളുടെ ഈ വരവിൽ മുസ്ലിമീങ്ങൾ ഛിന്നഭിന്നമായി. എത്രത്തോളമെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നിട്ടുണ്ട് എന്ന് വരെ ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ മുസ്ലിമീങ്ങൾ വളരെയധികം ദുഃഖിക്കുകയും പേടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പല ആളുകളും പിന്തിരിഞ്ഞോടുന്നതും പല ആളുകളും പരാജയപ്പെട്ട് ഷഹീദാകുന്നതും. ഏകദേശം 70ഓളം ആളുകളെ സ്വഹാബത്തിന് ശത്രുക്കൾ ഈ യുദ്ധത്തിൽ കൊന്നിട്ടുണ്ട്, ഷഹീദാക്കിയിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പല്ലിന് പരിക്കുപറ്റി, അവിടുത്തെ മുഖത്തേക്ക് അമ്പ് തറച്ചു പരിക്കുപറ്റി, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി. എങ്കിലും സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന്